നമ്മളെല്ലാവരും ജീവിക്കണത് എന്തിനാണ്? ആ പുസ്തകത്തെ പേരെഴുതി ചേർക്കാനാണ്. ബൈബിൾ അവസാനിക്കണത് എന്തിനാ? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ കുറിച്ചാണ് ബൈബിൾ അവസാനം പറയണത്. എന്താ പറയണത്? വെളിപ്പാട് 20:15 ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. പ്രാർത്ഥന പോലും ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. ദൈവമേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല കൺകറൻസിൻ്റെ കുഴപ്പമുണ്ടോ? ഇയാൾ ദൈവത്തോട് ചോദിക്കാതെ പുള്ളി വികാരം കൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറ്റി? ജനമകത്തും ദൈവം പുറത്തുപോയി. ഇപ്പോൾ ദൈവത്തെക്കാൾ ഉപരി ഇയാൾ ജനത്തെ സ്നേഹിക്കണ പോലെ പറഞ്ഞ മനസ്സിലായി. ഈ സാധനത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. അതിൽ ഒന്നാം സ്ഥാനം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ ആ സ്ഥാനത്തോ ആ പ്രദേശത്തോ വേറെ ഒരു സബ്സ്റ്റൻസ് വരരുത്. റെഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജോലി, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ഇരിക്കാതിരിക്കുന്ന മകള്, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജീവിത പങ്കാളി, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ സ്ഥലം, വീടിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തകരും. എന്താ കാര്യം? പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്ത് എന്താ പാളിച്ചകൾ വരും. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ ആൾക്കാർ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പിടിപാടുള്ളവർ ഉയർന്നു വരും. അപ്പോൾ അത് എന്ത് ചെയ്യും? നിന്നെ താത്തണില്ല, നിന്നെ ദൈവം നേരിട്ട് താത്തതില്ല. പക്ഷെ വേറെ ആൾക്കാർ ഉയർത്തുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് തന്നു പോകും. അതാണ് വിഷയം. അതാണ് മോശത്തിന് സംഭവിക്കുന്നത്. ആ താഴേക്ക് വന്ന നോക്കിയേ, ജോഷുവ കയറി വന്ന് നോക്കിയേ, പുറപ്പാട് 33:11 സ്നേഹിതനോടെന്ന പോലെ. സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സ്റ്റാറ്റസ് കൊണ്ട് പൊടികോരത്തിന് തന്നെ പറ്റത്തുള്ളൂ. പണിയാണത്, നിസ്സാരമല്ല. സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല. സ്നേഹിതരോടൊന്നും പോലെ കക്ഷിയോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ദൈവം മുഖം വീർപ്പിച്ചിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്മൂത്തായിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ പണിയായിട്ടുണ്ട്. എന്താണ് വായിച്ചേ? സ്നേഹിതരോടുന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും ദേവനാള് കണ്ടാ, എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ദൈവ സാന്നിധ്യം വിട്ടുപോണില്ല. ഇപ്പൊ മോസസിനേക്കാൾ കൂടുതൽ സമയം ദൈവമായിട്ട് ചെലവഴിക്കുന്നത് ആരാണ്? ഇപ്പം ജോഷുവ. ഈ സംഭവത്തിന് ശേഷമാണ്. ഇതിന് എന്ത് പറ്റുമെന്ന് അറിയണമെങ്കിൽ അവസാനം നിങ്ങൾ ഈ ജോഷുവ ചെന്ന് അവസാനിക്കണം നോക്കിയാൽ മനസ്സിലാവും. അവസാനം ഈ ബാറ്റൻ കൈമാറും. മോസസിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ വാങ്ങിച്ചിട്ട് ജോഷുവയ്ക്ക് കൊടുക്കും. ജോഷുവ ഈ ആളെ ആട്ടിത്തെളിച്ചുകൊണ്ട് പോകും. അവൻ വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ജനം മത്സരിക്കും. പക്ഷെ ജനത്തിൻ്റെ കൂടെ ജോഷുവ നിൽക്കത്തില്ല. മോസസിനെ പോലെ ജോഷുവ പറയും, ലാൻഡ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് കർത്താവിനെ വേണ്ടെങ്കിലേ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ച പരിപാടി നിങ്ങൾക്ക് ചെയ്യാം. യു ക്യാൻ ഗോ. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും വി വിൽ നോട്ട് ഗോ. ആ വാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മോസസിനെതിരെ ഉള്ളൊരു പണിയാണ് ആ വരണത്. മോസസ് എന്താ പറഞ്ഞത്? നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കാൻ പറയും ജനത്തിന് വേണ്ടി. ഇപ്പം എന്താ ജോഷുവ പറയണത്? എനിക്ക് ജനമല്ല വലുത്, എനിക്ക് എൻ്റെ ദൈവമാണ് വലുത്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന, ദൈവപിതാവേ മഹത്വം. ഒരുമിച്ച് പാടുക. യോശുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന്. കേട്ടോ പറഞ്ഞേ, യോശുവ പറയണതാണ്. വാഗ്ദാന നാട്ടിൽ എത്തിയതിനു ശേഷം പറയണതാണ്.
കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.